വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോയിൽ കുറച്ച് കൂടുതലുണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം, ഇതിപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതുകൊണ്ടാണ് ആ ഒരു കളറുള്ളത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പം ഏകദേശം ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചീൻ്റെ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഏകദേശം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ തക്കാളിയാണ് ചേർക്കേണ്ടത്. 1.5 വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഗരം മസാലൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ ചേർക്കാൻ ഈ സമയത്ത് വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവ, ഹോൾ ഉലുവ, പൊടിക്കാത്ത ഉലുവയും ഇതിൽ ചേർത്ത് കൊടുക്കണം. അത് പിന്നീടാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് അതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം മിക്സ് ചെയ്ത ശേഷം അത് വേവിക്കാൻ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരണം. അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കുക. അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പം ഞാൻ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർക്കാൻ മറന്നുപോയതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ചേർത്തത്. അങ്ങനെ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 8-10 ചുവന്നുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളറ് ചെറുതായിട്ട് ചേഞ്ച് ആകുമ്പോൾ, കംപ്ലീറ്റ് മാറണ്ട, ചെറുതായിട്ട് ചേഞ്ച് ആകുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെള്ളമൊന്ന് വറ്റിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്ന് ചെറുതായിട്ട് കളറ് ഒന്ന് മാറും. ഒരു ബ്രൗണിഷ് ഒരു ഷെയ്ഡ് വരും. ആ ഒരു സമയം വരെ വഴറ്റി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇവിടെ എല്ലാവർക്കും ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ചേർത്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബീഫ് വറ്റി വന്നിട്ടുണ്ട്. അതിലെ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.